ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയെത്തവരാം കന്യകമാ എന്ന വിളക്കിലെടുത്തീന തിരികെ കൊളുത്തിയൊരുത്തീന വാതിലടച്ചു മണവാളൻ നിത്താസിതരായവരെല്ലാം നൈരാശ്യമുടെ കരയുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീറ്റം നൽകുന്നു. നല്ലവനേകം നാഗസുഖം ദുഷ്ടന്മാർക്കോ നരകം. നാഗത്തിൻ കതിരലയില്ല, നരകത്തിൻ തീക്കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പർദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാറും അവിടെ അവർക്കില്ലധ്വാനം പീഡയുമാതിയുമില്ലവിധം സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര മനോഹരമാകുന്നു പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ. അവരുടെ മരണം ധന്യവുമാ. തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങിവിളങ്ങും കൊട്ടാരം തിമിരം തിങ്ങും പാൽക്കുതിരാ. കർത്താവേ, നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ, പാപം തൂക്കി വിധിക്കരുതേ. തീയവ തൂക്കിയളന്നീരിൽ മാമല നിരയേക്കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം കർത്താവേ, നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തിന്റെ നിറുത്തം
കൃപയോലും നിൻവലതുകരം നീട്ടിയനുഗ്രഹമേകനമേ സഭയെ കാത്തു ഭരിക്കണമേ മരണത്തിൽ വായ്പൂട്ടണമേ ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കേൾക്കിലേക്ക് എന്റെ സഹോദരരെ, തിരിച്ചവരെ കുറിച്ച് വിശ്വാസമില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടി ഉയർത്തി. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ കൊണ്ട് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ വിജയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലാക്കിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ എഴുന്നേൽപ്പിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിർപ്പിനായി അവരോടുകൂടെ നാം എന്നും കർത്താവിനോടുകൂടെ ആകിയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആചരിക്കുകയും നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സൃഷ്ടിക്കപ്പെടുകയും മനുഷ്യർ സുരക്ഷപ്പെടുകയും ചെയ്യുന്ന കർത്താവെ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. ഹൃദയംഗമമാ വിശ്വാസമുടേ ദാസം ചെയ്യും നാഥ
പിതാശയതൻ പരിപാവനമാ ഹൃദയം സമമാ വിശ്വാസമുടെ ദാസം ചെയ്യും ബലിയൻ നാഥ ഹൃദയം സമമാ വിശ്വാസമുടെ ദാസം ചെയ്യും ബലിയൻ നാഥ ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ശാസ്ത്രങ്ങളെ കർത്താവേ, ആ ശബ്ദം ദയനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗം ചെറുക്കുകയും ചെയ്യട്ടെ. അവർ കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, അനുഗ്രഹിക്കണം. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. മരണപ്പെടുന്നവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും സാധനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, അനുഗ്രഹിക്കണം. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകരമായ ദൈവമേ, ദൈത്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് തിരിച്ചു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ നിങ്ങളുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഖലകളിൽ നീ മതത്തോടുകൂടി ആട്ടത്തിനാക്കുമ്പോൾ മനുഷ്യഹൃദയം മാത്രമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടുത്തെ പരിശുദ്ധന്മാരോടുകൂടെ പൂർവ്വത്തിന്റെ പാടിച്ചു വീഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കടകൾ കഴുകി ശുദ്ധീകരിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും.
എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം പ്രഭയുടെ നാട്ടിൽ നിത്യവിരും അണയട്ടെ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരേ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കും. ഞാൻ ചെയ്തതിനെല്ലാം പ്രതിഫലമേ. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമായി ഭവനം സ്നേഹാദ്രതയാ പ്രിയജനമേ, അനുദിനമൈ ഓരോത്തനമേ. യുവതീരവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമായി പോകുന്നു ഞാൻ. ലയമിയലാത്തോ ഉന്നത മോക്ഷം സാധിച്ചതിനാ. അക്ഷയരാജ്യം നിക്ഷേപങ്ങൾ അവനെ തേടി കണ്ടെത്തിയില്ല. കൃത്തത കുടിവാനച്ചിക്കും ലോകവിന്റെ ഓടിപ്പോയി ഞാൻ ജീവൻ പകരും നിന്റെ കരുണ എന്നെ അറിയിക്കണമേ. ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ സാക്ഷേകുന്നു.
ക്രിസ്തുവിൻ വിളിക്കും കാതളതാരം വിധിനാടുയൻ മോഹനഗാനം അതു കേട്ടുണരും മൃഗനെല്ലാരും ൃത്വത്തിനായി കീർത്തനമോ വർഷം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും കാറ്റിൽ പുനരധിവാസം നൽകുന്നതിനാൽ വർഷം തന്നെ ഭൂമിയിൽ നന്ദി മഹിതാൽ പുലർത്തി വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം വിശിതാരാജൻ പിന്നിൽ വരുമ്പോൾ മൃതരുമേക്കും ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിക്കും. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ. പരിശുദ്ധന്മാരെതിരേൽക്കുവാൻ സമ്പന്നവർക്കേ തിരക്കേറും. അവരുടെ അണിയിൽ ചേരുന്നതിനായി നിന്റെ അന്ത്യയ്ക്കുക അവതരിക്കട്ടെ വിശികാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാലുത്തിതരായി ഇരുനിറഞ്ഞോരവണിയിലെങ്ങും തിരുവുത്ഥാനം ദീപ്തി പരത്തി ധനികരും ദരിദ്രരും മൃതിയുടെ പുതുമാ പാതയിലല്ലോ നീങ്ങുന്നുലകിൽ മാനവരെല്ലാം ധനികന്മാരും വിശ്വരുമൊപ്പം പ്രതിഫലമതിനായി പായും ധനികം അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു ദൈവികദൂതൻ ധരയിലിറങ്ങി കന്യാംബികതൻ സവിധമണഞ്ഞു അനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി നീ അവർക്ക് പാനീയം കൊടുത്തു വൈദാഹത്താൽ വരയും നരകൻ നീരുറവകളെ നീകന്മാരെ നിങ്ങളടയ്ക്കും പ്രാർത്ഥനയാൽ
നാളു സുഖമത്യാഗം കൂടെ പോരും ജീവിത ചെയ്തികളും കൃത്യങ്ങൾ ചെയ്യുക നീ അനസത കൂടാതെ മരണം വരുമൊരു നാളോ സുഖമത്യാഗി കൂടെ പോരും നിൻ ജീവിത ജീവിതം സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ സുഖമത്യാഗി തിരുത്തരവും വ്യാകുലമാനസനായ തിരുനീറുന്നു തിരമാലകളാറിഞ്ഞിമറിഞ്ഞിമതും നടക്കൂടെ മരണം വരുമൊരു നാളോ സുഖമത്യാഗി കൂടെ പോരും നിൻ ജീവിത രീതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ജീവനമരണത്തിൻ താരടിക്കേ പൂജ പാപമെനിക്കുള്ളിൽ ചിത്തിവളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സഹതമലർത്തുന്നു മരണം വരുമൊരു നാളോ സുഖമത്യാഗി കൂടെ പോരും നിൻ ജീവിത രീതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ കർത്താവിന്റെ കാഴ്ചത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും എന്റെ മഹനീയമായ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും പാപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ വേർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, അതുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അതുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും. നീ എന്റെ ദൃശ്യം പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും പാപത്തോടുകൂടിയാവരുതേ. ശിക്ഷവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. നിന്നു ഞാനിവിടെ പോകും, എവിടെയൊളിക്കും തട്ടാതെ. തന്നിധി വിട്ടെങ്ങോടും ആകാശം നിൻ പാർപ്പിടമല്ലോ. കരയും കടലും ഹൃദയം പോലെ പാതാളത്തിലും അവിടം നല്ലു വാഴും
നിവിതയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി നീ അറിയുന്നു പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകനമാകെ നശിക്കുന്നു. നാഥാ നിന്നുടെ മാംസവിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ കൈകൾ വെച്ചു ആദീനരി കൊടുത്തെന്നും നൽകി. മറ്റെനു നിന്നുടെ രൂപൗതേകി പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. മാതാവിന്റെയനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതലൈക്യം പ്രാവുപദത്തെ തിരുസഭ നിൽക്കൂ. കൂടുതലെല്ലാം കുരുതി കഴിക്കാൻ തപ്പമണഞ്ഞു. കർത്താവേ നിൻ ദിവ്യനിരത്ത നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആലിടരക്കും വർത്തകനേ പൂഴിയിലെങ്ങനെ നീങ്ങുന്നു. കരയെത്തുമ്പോൾ ധനമില്ലാത്തു കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മധ്യഗണത്തിൻ ദൈവിക തൂക്കിയളക്കും നേരം സ്ത്രീത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുദീസായി നൽകണമേ ചിരമക്ഷയജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതജ്ഞാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിശക്തനാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. ദിവസം നിൻപിടി കേൾക്കുമ്പോൾ സന്നിധിയണയാൻ വരവരുമേ. നീതിയാനും സത്യമുള്ളവനും യൗനാനീകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തോടു സാക്കുകൊടുത്ത ജനമെല്ലാം ഉപവാസമിടുന്നു. കരുണാനിധിയാമുലകിൻ നാഥൻ പൊറുതി നമുക്കും നൽകുന്നു. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതും കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മനത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ
കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവരുത്വലം പാകേ. കർത്താവെ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവെ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്താനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാവുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരൻ, അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. ആഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കുമാമേ. തെളിവായ എന്നുടെ നാഥാനിൻ തിരുമഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ വിധിക്കല്ലേ. കർത്താവേ നിന്റെ കരുണകളെ അനുഗമിക്കുന്നതിന് ദയാതിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മനത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഉന്നത നൃപനാം മിശിഹാനാഥാം മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥാ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരേൽപ്പിക്കുന്നതിന് തിരുനാമത്തിന് സ്തുതി. അഗാധത്തിന് ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാവുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനമേൽപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞ നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെ മനത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിനെയും നാഥനും ദൈവമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരെ അകമ്പടിയോടും കൂടെ വാനമേഘം നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന് വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായി കബറിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന നീതിപൂർവമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ ശുദ്ധമായ സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ സമൂഹത്തിന്മേൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സ്ഥിരമല്ലോ ഭുവനവുമതിലേ എഴുതാറ്റകളും നിൻകോളകൾ പോലെല്ലാം എല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ എഴുതാറ്റകളും കോളകൾ പോലെല്ലാം എല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ എഴുതാറ്റകളും നീർക്കോളകൾ പോലെല്ലാം എല്ലാം മാഞ്ഞടിയുന്നു. ദൈവമേ, നിന്റെ മഹനീയമായ ആരാധ്യയും സമർപ്പിക്കുന്നു. രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും പ്രാർത്ഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. നിന്നവനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിൽ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. ഭാവി എന്റെ മനസ്സ് നിന്റെ മക്കളേക്ക് ഞാൻ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം ഈ കരുണ നിറഞ്ഞവനുമാകുന്നു. ഭാവി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ വിളിയെടുത്തപ്പോൾ നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ എന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കണം. എന്റെ ദൈവമായ കർത്താവേ, രക്തസമനായ എന്റെ പ്രവൃത്തികൾ സുഖങ്ങളാകുന്നു. കർത്താവേ, നീ എല്ലാ ജനതയും നിന്നെ വന്ന് ആരാധിക്കും. നിന്റെ നാം ആവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് താൻ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. ഇന്നവരെ ഏൽപ്പിക്കുന്നവനെ മരിച്ചവരെ ഏൽപ്പിക്കുന്നവനും ജീവിക്കുന്നവന് രൂപാന്തരപ്പെടുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നതുമായ കർത്താവേ, നിന്റെ മഹനീയമായ ദൈവത്തിന് ഞങ്ങൾ ആരാധിക്കുന്നു. അതുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവപിതാ ന്യായാധിപനായണയും സ്വീകരണത്തിനൊരുങ്ങിടുവിൻ. സത്കൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനെ നിത്യാനന്ദവുമാനെത്തും. ഞാനല്ലോ പുനരുത്ഥാനം നിദ്രയുളർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും അതിജാലിനികൾ കന്യകമാർ എന്ന പകർന്നു
അടുപ്പുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനദാസക്തി വാതിൽ തുറന്നകമണയുന്നു. കന്യകളാൽ പരിചേവികളായി ദുഷ്ടത്തെ അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ തിരികൾ കൊടുത്തിയൊരു വാതിലടച്ചു മണവാളൻ. നിസ്സാസിതരായവരെല്ലാം നൈരാജ്യമുടെ കരയുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീറ്റം നൽകുന്നു. നല്ലവനേകം നാഗസുഖം ദുഷ്ടന്മാർക്കോതി നരകം. നാഗത്തിൽ കതിരലയില്ല, നരകത്തിൽ തിരിച്ചെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുത്തരമാ പർവ്വതയിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുന്നീക്കും. അവിടെയവർ ചിന്തവാനം പീഡയുമാതിയുമെല്ലവിധം സൗഭാഗ്യത്തിൻ വനമാ. പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ. അവരുടെ മരണം ധന്യവുമാ. പുനരം തീയിൽ വന്നവതൻ പൊങ്ങിവിളക്കും കൊട്ടാരം. തിമിരം തിങ്ങും പാൽക്കുടിലാ. കർത്താവേ, നീ നല്ലവനാം. കരുണാനിധിയാം കർത്താവേ, പാപം തൂക്കി വിധിക്കരുതേ. നീയവ തൂക്കിയളത്തിയിൽ മാമലവിരയേക്കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപണാമിതിഹാ കർത്താവേ, നിന്നുടെ ആഗമദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധൻ പരിശുദ്ധന്മാരൊത്തുവനം ഭാഗത്തിന്റെ നിരുത്തരമേ. ശരണം മധ്യനു നീയല്ലോ. ആദിമുതലേക്കുമാമേ. കൃപയോടും വിസ്മരതുകരം നീട്ടിയതുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ. മരണത്തിൻ വായ്ത്തണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, സഹോദരന്മാർ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുത്,
ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും മരിച്ചവർക്ക് നിത്യ സൗഭാഗ്യം പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവേ, ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ അപ്പച്ചന്റെ ആത്മാവിനെ സ്വർഗരാജ്യത്തിലേക്ക് അങ്ങ് സ്വീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ദൈവം കനിഞ്ഞു നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് നമ്മിൽ പ്രസാദിക്കുകയും ചെയ്യട്ടെ. സ്വർഗത്തിലെ മാലാഖമാരോടും പരിശുദ്ധരായ നീതിമാന്മാരോടും കൂടെ ദൈവം ഈ ആത്മാവിനെയും നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ദൈവം കനിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് നമ്മിൽ പ്രസാദിക്കുകയും ചെയ്യട്ടെ. വിജാതിയുടെ ഇടയിൽ അവിടുത്തെ രക്ഷയും ഭൂമിയിൽ അവിടുത്തെ വഴികളും അറിയപ്പെടട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷപൂർവ്വം പുകഴ്ത്തുകയും ചെയ്യട്ടെ. വിജാതീയരെ അങ്ങ് നീതിയോടെ വിധിക്കുന്നു, ഭൂമിയിലുള്ള രാജ്യങ്ങളെല്ലാം ഭരിക്കുന്നു. വിജാതീയരെല്ലാം അങ്ങയെ സ്തുതിക്കട്ടെ, ജനതകൾ അങ്ങയെ പുകഴ്ത്തട്ടെ. ദൈവം കനിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് നമ്മിൽ പ്രസാദിക്കുകയും ചെയ്യട്ടെ. സ്വർഗത്തിലെ മാലാഖമാരോടും പരിശുദ്ധരായ നീതിമാന്മാരോടും കൂടെ ദൈവം ഈ ആത്മാവിനെയും നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും പ്രകാശവുമായ ദൈവമേ, പാപികളും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനുമായ കർത്താവേ, ഈ ആത്മാവിന് നിത്യ ആശ്വാസം അവിടുന്ന് നൽകണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഭൂമിയിൽ അങ്ങേ തിരുനാമം കീർത്തിച്ചവരെ കർത്താവേ, നിത്യപിതാവിൻ സന്നിധിയിൽ ചേർത്തു കിരീടം ചാർത്തണമേ. കൽപ്പന കാത്തു നടന്നവരെ കനിവൊടു തൃക്കൺ പാർക്കണമേ. മോഹനവാനവലോകത്തിൽ വാതിലവർക്കു തുറക്കണമേ. ദിവ്യസ്വരത്താൽ നവജീവൻ ലാസറിനരുളിയ സകലേശ, മൃതരാ ശബ്ദം കേൾക്കട്ടെ, പുതിയൊരു ജീവൻ പുണരട്ടെ. അബ്രാമിനോടും തനയരോടും ചേർന്നു മഹോന്നത പൂവനിയിൽ പരിചൊടു നൂതന ഗീതങ്ങൾ പാടാൻ തിരുവരമേകണമേ. കുരിശുമരണം വഴി ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, ജീവിതകാലത്ത് പ്രാർത്ഥനകളാലും സൽകൃത്യങ്ങളാലും അങ്ങയെ പ്രസാദിപ്പിച്ച് ജീവിച്ച ഞങ്ങളുടെ ഈ പ്രിയ അപ്പച്ചന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് അങ്ങയുടെ രാജ്യത്തിലേക്ക് അങ്ങ് സ്വീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. ദയാപൂർവം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. എന്റെ അപരാധങ്ങൾ കഴുകിക്കളയുകയും തെറ്റുകൾ തുടച്ചു മാറ്റുകയും ചെയ്യണമേ. എന്തെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, അങ്ങേ സന്നിധിയിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അങ്ങയുടെ വചനങ്ങൾ നീതിയുക്തമാകുന്നു, അങ്ങയുടെ വിധികൾ വിജയിക്കുകയും ചെയ്യും. ഞാൻ പാപത്തോടുകൂടി ജനിച്ചിരിക്കുന്നു, എന്റെ ഉത്ഭവം തന്നെ തിന്മയിലാകുന്നു. അങ്ങ് സത്യവാനാണല്ലോ. അങ്ങേ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെയും അങ്ങ് പഠിപ്പിക്കണമേ. സോപ്പാ കൊണ്ട് എന്നെ തളിക്കണമേ, ഞാൻ മഞ്ഞിനേക്കാൾ നിർമ്മലനാകട്ടെ. അങ്ങേ സന്തോഷം എനിക്ക് നൽകണമേ, ഞാൻ അതിൽ ആനന്ദം കൊള്ളട്ടെ. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിക്കണമേ, എന്റെ അപരാധങ്ങൾ മായ്ച്ചു കളയണമേ. നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, എന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേ തിരുസന്നിധിയിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുതേ. അങ്ങേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. അങ്ങേ സഹായത്തിന് ഞാൻ വീണ്ടും അർഹനാകട്ടെ. അങ്ങേ ചൈതന്യം എന്നെ താങ്ങി നിർത്തട്ടെ.
ആരത്തിൽ നിന്നഖിലേശ പാപികൾ നിന്നെ വിളിക്കുന്നു. പ്രാർത്ഥന സദയം കേൾക്കണമേ, പാപവിമോചനമേകണമേ. മർത്യകുലത്തിൻ പാപങ്ങൾ കൃത്യമളന്നു വിധിച്ചിടുകിൽ, പരിപാവനമാം പറുദീസ നേടാൻ അർഹതയാർക്കുണ്ട്. നിർദ്ദയമിവരെ തള്ളരുതേ, നരകത്തീയിലടയ്ക്കരുതേ. നിത്യാനന്ദം നുകരാനായി വാതിലിവർക്കു തുറക്കണമേ. അക്ഷയമായ സൗഭാഗ്യം വാഗ്ദാനം ചെയ്ത കർത്താവേ, വിശ്വാസം വഴിയായി വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധമായി ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യമായ ജീവൻ കൈവശവയ്ക്കുവാൻ വേണ്ടി സൽപ്രവൃത്തികൾ ചെയ്യുവാനും സൽക്കർമ്മങ്ങളിൽ സമ്പന്നരാകുവാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന അങ്ങേ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. ഞാൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു, ക്ഷീണം കൊണ്ട് എന്റെ കണ്ണുകൾ മങ്ങി. എല്ലാ ദിവസവും ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ചു, അങ്ങേ പക്കലേക്ക് ഞാൻ കൈകൾ ഉയർത്തി. എന്നിൽ നിന്നും മുഖം തിരിക്കുകയോ എന്നെ മറന്നു കളയുകയോ ചെയ്യരുതേ. എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു, നിസ്സഹായനായ എന്നെ അവിടുന്ന് രക്ഷിച്ചു. എന്റെ ആത്മാവെ സമാധാനമായിരിക്കുക, കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും. നീതിമാന്മാരുടെ മരണം ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. കാട്ടരുവി തേടി നടക്കുന്ന ദാഹിച്ചു പൊരിഞ്ഞ മാൻപേടയെ പോലെ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു, ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. എന്റെ ആത്മാവെ, നീ എന്തിനു ആകുലപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ ദൈവത്തിൽ അഭയം തേടുക, രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അനുഗ്രഹദായകനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഞങ്ങളുടെ ഈ പ്രിയ അപ്പച്ചനെയും നിത്യമഹത്വം അങ്ങ് അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കരുണാനിധിയാം കർത്താവേ, നിൻ ദാസനു നൽകണമുന്നത മോഹന പറുദീസായിൽ വിജയ കിരീടം. കരുണാനിധിയാം കർത്താവേ, നിൻ ദാസനു നൽകണ ഉന്നത മോഹന പറുദീസായിൽ വിജയ കിരീടം. മാനവരെല്ലാം അന്തിമനാളിൽ നിത്യവിധിക്കായി വാനിലുയർന്നു പറന്നു വരുമ്പോൾ കനിയണമെന്നിൽ. കരുണാനിധിയാം കർത്താവേ, നിൻ ദാസനു നൽകണമുന്നത മോഹന പറുദീസായിൽ വിജയ കിരീടം. വിജയം നേടിയ തനയർക്കെല്ലാം ജയമുടി നൽകാൻ അംബരവീതിയിൽ നീ അണയുമ്പോൾ കനിയണമെന്നിൽ. കരുണാനിധിയാം കർത്താവേ, നിൻ ദാസനു നൽകണമുന്നത മോഹന പറുദീസായിൽ വിജയ കിരീടം. മക്കബായക്കാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 12, 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. യുദ്ധത്തിൽ മരിച്ചവരുടെ ശരീരങ്ങൾ എടുത്ത് അവരുടെ ചാർച്ചക്കാരെ അടക്കിയിരുന്ന കല്ലറകളിൽ തന്നെ സംസ്കരിക്കുവാൻ വേണ്ടി
മക്കബയക്കാർ പിറ്റേ ദിവസം യൂദാസിന്റെ പക്കലേക്ക് ചെന്നു. എന്നാൽ വധിക്കപ്പെട്ടവരുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ ജെറമിയായിലെ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട ബലിവസ്തുക്കൾ അവർ കണ്ടെത്തി. അങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നത് യഹൂദ നിയമപ്രകാരം കുറ്റകരമായിരുന്നു. അങ്ങനെ ഒരു കുറ്റം ചെയ്തതുകൊണ്ടാണ് അവർ വധിക്കപ്പെട്ടതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. നിഗൂഢ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നീതിമാനായ കർത്താവിനെ അവരെല്ലാവരും സ്തുതിച്ചു. അനന്തരം യുദ്ധത്തിൽ മരിച്ചവരുടെ പാപങ്ങൾക്ക് പൊറുതി കൊടുക്കണമേ എന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നീട് യുദ്ധവീരനായ യൂദാസ് ഉപദേശ രൂപത്തിൽ അവരോട് ഇങ്ങനെ പറഞ്ഞു: ഇവരുടെ പാപം മൂലം എന്താണ് സംഭവിച്ചതെന്തെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടുകഴിഞ്ഞു. അതിനാൽ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അതിനുശേഷം അദ്ദേഹം ഒരു പണപ്പിരിവ് നടത്തി 12,000 ദ്രഹ്മ പിരിഞ്ഞു കിട്ടി. മരിച്ചവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലി അർപ്പിക്കുവാൻ ആ സംഖ്യ അദ്ദേഹം ജെറുസലമിലേക്ക് അയച്ചു കൊടുത്തു. ഉദ്ധാനത്തിന്റെ പ്രതീക്ഷയാണ് അത് ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. മരിച്ചവർ വീണ്ടും ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ വ്യർത്ഥവും നിഷ്ഫലവുമായി അദ്ദേഹം കരുതുമായിരുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ മരിച്ചുപോയ നമ്മുടെ അപ്പച്ചനും നിത്യഭാഗ്യം കൽപ്പിച്ചരുളുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനന്തമായ സ്നേഹത്താൽ ഇയാളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ വീണ്ടെടുക്കുകയും ചെയ്ത മിശിഹായെ, ശിക്ഷകളിൽ നിന്ന് മോചനം നൽകി ഈ ആളുടെ ആത്മാവിനെ സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയില് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തൻ്റെ 80 വർഷ കാലഘട്ടം ഈ ലോകത്ത് ജീവിച്ച് കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ചേട്ടൻ ഇന്ന് യാത്ര പറയുമ്പോൾ ജീവിത പങ്കാളിക്കും 5 മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും അതോടൊപ്പം തന്നെ ആളുടെ വിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവർക്കും അനുശോചനം അറിയിക്കുകയാണ്. നമുക്ക് ആൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നുപോയ അപ്പച്ചന് വേണ്ടിയിട്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് കൊടുത്ത് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കുവാനായിട്ട് ഇടയാകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് 7 മണിക്ക്
മദർ മറിയം ത്രേസ്യ യൂണിറ്റിലെ എല്ലാവരും, എല്ലാ കുടുംബങ്ങളും ഈ വീട്ടിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കണമെന്ന്, അവരുടെ യോഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 7-ന്റെ തിരുക്കർമ്മങ്ങൾ 29/5/2024 ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ഉള്ള വിശുദ്ധ ബലിയോടുകൂടി ആരംഭിക്കുന്നതാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ നിന്ന് പള്ളിയിലേക്ക് പോകുന്നത് വണ്ടികളിലാണ്. അപ്പം വണ്ടികളിലായിരിക്കുമ്പോൾ കഴിയുന്നിടത്തോളം വണ്ടികളില്ലാത്തവരെയും കൂടെ വണ്ടികളുള്ളവർ കയറ്റിക്കൊണ്ട് പോകണമെന്ന് പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും ഓടിച്ച് പള്ളിയിലേക്ക് ചെല്ലുക എന്നതിനേക്കാളുപരി നമുക്ക് ഒന്നിച്ച് ആംബുലൻസിന് ഫ്രണ്ടിലായിട്ട് എല്ലാവരും ഒന്നിച്ച് നിരയായിട്ട് നമുക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പോകാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന് ഗുണമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മണത്തിനെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മണത്തിനെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. നിന്റെ ദാസനെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു.
മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജന് അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേൻ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാഗം പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന അങ്ങേ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ അങ്ങ് കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറകളിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയിൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാന്നത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന്
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുളയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുല മാനസന എന്തിനു നീറുന്നു? തിരമാലകളായി തിങ്ങിമറഞ്ഞ് ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൽ കാലൊളി കേൾക്കുന്ന പാവമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതം അലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു.
അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വീട്ടിലെ തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിലേക്ക് ഇനി നമുക്ക് വാഹനങ്ങളിൽ കയറി പള്ളിയിലേക്ക് പോകാനായിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ കുറച്ചിനെ എടുത്തുകൊണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും നോക്കി നിൽക്കാതെ സഹകരിക്കുക. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണമെന്ന്, വണ്ടികളിൽ കയറി പോകണമെന്നും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമായി ദൈവം ഉന്നതമോക്ഷേ കുറയ്ക്കുന്നു, ആൾക്കാരെ കാണിക്കുന്നു, വീണ്ടും സൂം ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവര് ആ വണ്ടിയിലെ ആൾക്കാരൊന്നും
അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമമെന്നും ധന്യം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥൻ എഴുന്നള്ളും, മൃതരെ വിളിക്കും, ജീവൻ അവർക്കേകും. ചെറിയവരും വലിയവരും കരയരുതഗ്നേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. മുതലെന്നേക്കും ഈശോനാഥ, മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടുകൂടി ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ നിറത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. സ്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ സഹോദരനെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും ഭീകരമൃതിതൻ ചങ്ങലയേവും മൃതിയുടെ കൊടുക കോട്ടകളെല്ലാം കട്ടിയിലിരത്തി നാഥൻ പാത തുറന്നു ദുർഗമണഞ്ഞോ രജസുതനിയും ജയലാലിതനായി വൈമീതയിൽ കുരിശിൻ പ്രഭയാൽ ആകാശത്തിൽ ദൂതന്മാരും തലമേൽ നരരും
ഓശാനകളാലെതിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൽ ദൂതന്മാരും നിലകൊള്ളുന്നു. കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിന് നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന ഈ കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമുദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വപ്പാ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞനേക്കാൾ വെണ്മയുള്ളവനാകും. അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടമെന്ന് പവിത്രീകരിക്കണമേ. വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പാപിനിക്ക് പൊറുതി കൊടുത്ത് അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. വരിക നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ,
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ഈ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസലത്തേക്ക് ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഈ സഹോദരനെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അന്തിമോപചാരം അർപ്പിക്കാനായിട്ടുള്ളവർക്ക് അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം മൃതദേഹം സംസ്കരിക്കാം. സിൽവ കുരിശ് സെമിത്തേരിയുടെ ഗേറ്റിൻ്റെ അടുത്ത് പിടിക്കുക. എല്ലാവരും സിൽവ കുരിശ് വന്നിച്ചിട്ട് കുരിശിതാ അധികം ചേട്ടാ ചേട്ടാ കുരിശിതാ അധികം അവിടെ വച്ചോ ബിനു പിന്നെ ഇവിടെ
തിരക്കടിക്കണ്ട പതുക്കെ ഇറക്ക്. അവൻ നോക്കണില്ല. നമുക്ക് അങ്ങോട്ട് വേണം കേട്ടോ. സഞ്ജോ വേണ്ട വരില്ല, വേണ്ട വരില്ല. എനിക്ക് അപ്രതീക്ഷിതമാണ്. ചെറു പണിയും തരാണ്ട് പോയി അല്ലേ? എന്നിട്ട് പറഞ്ഞു അവസാനമായിട്ട് എന്നിട്ട് പറഞ്ഞു അതിന് തൊട്ട് മുമ്പ് പകലിൽ എന്തൊക്കെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നില്ലേ? ഇതിൽ അവസാനം എന്നിട്ട് വിശേഷം പറഞ്ഞേ എന്നാലും കൊച്ചോർത്താനൊക്കെ പറഞ്ഞു. എന്തെങ്കിലും കൊച്ചോർത്താനും പറഞ്ഞു. നമ്മുടെ തോങ്കുടിച്ചാട്ടനവരൊക്കെ അതല്ലേ? കൊച്ചാപ്പേട്ടൻ ഓവാ
സങ്കടപ്പെടണ്ട കേട്ടോ. മക്കളൊക്കെ ഇവര് കൂടെ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂട്ടാൻ ദൈവം ഒരു വഴി കണ്ടെത്തിയതാ. എല്ലാവരും ഒരുമിച്ച് കൂടി 5 പേരുന്നു അല്ലേ? അവിടെ പുറത്തുള്ള മകള് അതെയാ? ഓക്കെ, ഞാൻ കണ്ടോളാം. വൈകിട്ടോടെ പ്രാർത്ഥന. പാപ്പന് യാത്ര അയച്ചു അല്ലേ? പാപ്പന്റെ സെന്റ് ഓഫ് നന്നായ? ഒരുപാട് അച്ഛന്മാർ വന്നു അല്ലേ? ഒരുപാട് സിസ്റ്റർമാർ വന്നു. സെന്റ് ജെയിംസ് ആശുപത്രി എന്നൊക്കെ വന്നില്ലേ? എൻ്റെ അച്ഛന്മാരിവിടെ വന്നു. ആരാ അവിടെ വർക്ക് ചെയ്യുന്നത്? കമലയിലല്ല, സെന്റ് ജെയിംസിൽ വർക്ക് ചെയ്യുന്നത്. ആ, എൻ്റെ മമ്മി അല്ലേ? പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഇന്ന് വൈകിട്ട് അവിടെ പ്രാർത്ഥന ഉണ്ടല്ലോ വീട്ടിൽ അല്ലേ?